എവിൽ ഡെഡ് ബേൺ എന്ന് പറയുന്ന സിനിമ കണ്ടു. സോ സിനിമ കണ്ടിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ ഒരു പടം ഉണ്ടായിരുന്നു, ഈവിൽ ഡെഡ് റൈസ് എന്നുള്ളത്. സോ അത് വെറൈറ്റി ഒരു പടം, അതിലും വെറൈറ്റി ഒരു പടമാണിത്. ഈ ഒരു പടത്തെക്കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ട് പറയുക ഡയറക്ടറെ കുറിച്ചാണ്, സെബാസ്റ്റ്യനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ ഉള്ള പടം ഇൻഫിനിസ്റ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു വെറൈറ്റിയാണ്. ആ സിനിമ കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ ഏത് രീതിയിലുള്ളതാണ്. സോ ഈ പടത്തിലേക്ക് വരുമ്പോഴും വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ട്. സോ അത് വയലൻസ് ആയാലും അതുപോലെ തന്നെ സിനിമയുടെ മേക്കിംഗ് ആയാലും ഇതെല്ലാം തന്നെ സിനിമയെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഹൊറർ പടമാണ്. സോ ഹൊറർ പടം ആണെങ്കിലും ഇതൊരു സ്ലാഷർ പടമാണ്. അമ്മാതിരി ചോരക്കളികളാണ് സിനിമയ്ക്കകത്ത്. ചോരക്കളി എന്നൊക്കെ പറഞ്ഞ ഒരു പഞ്ചമില്ലാത്ത ചോരക്കളിയാണ്. വെട്ട്, കുത്ത്, അടി, ഇടി, ഒടി, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അത്തരത്തിലൊരു നല്ല ചോരക്കളിയുള്ള ഒരു നല്ല സ്ലാഷർ പടം. സാധാരണ ഇപ്പം ഹൊറർ പടങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പേടിപ്പിക്കുന്ന കുറേ രംഗങ്ങളുണ്ടാവും. സോ ഇതിനകത്ത് ഈ പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നായകന്റെ ഒരു വാറ് പോലെയാണ് ഈ സിനിമ. അതിന് ഇവരുടെ ഫാമിലിയിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേകതരം സാഹചര്യത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് സിനിമ പറയുന്നത്. സോ അത് റൈറ്റർ ഇതിനകത്ത് വലിയ കൈ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് റൈറ്റർക്ക് വലിയ കൈയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് ഇതിന്റെ ഡയറക്ടർക്ക് തന്നെയാണ് പ്രാധാന്യം. സോ ഇതിന്റെ കഥ നോക്കുകയാണെങ്കിലും കഥയ്ക്കൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. സിനിമ കൊടുത്തിട്ടുള്ളത് മൊത്തം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല മേക്കിങ്ങും നല്ല സിനിമാറ്റോഗ്രാഫിയും നല്ല സ്ലാഷർ സീൻസുകളും വെട്ടും കുത്തും ചോരയൊക്കെ തെറിക്കുന്ന തരം സീൻസുകളും ഒക്കെയാണ് സിനിമയ്ക്കകത്ത് മെയിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ എടുത്തു പറയുക, സിനിമ സംസാരിക്കുന്നത് വിഷയത്തെ പറ്റിയാണ്. സിനിമ മെയിനായിട്ട് ഹൊറർ ടൈപ്പ് സാധനമാണ് സംസാരിക്കുന്നത്. പിന്നെ ഈ തിയേറ്ററിൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല സൗണ്ട് കൂടിയ തിയേറ്റർ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്. കാരണം എല്ലാ സിനിമ കാണുമ്പോഴും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട പോലെയല്ല ഈ ഹൊറർ പടം. സാധാരണ പടം കാണുന്ന പോലെയല്ല. ഹൊറർ പടത്തിന് നമ്മൾ ഫീൽ ചെയ്ത് കാണുന്ന ഒരു സാധനമാണ്. അത് ഭയങ്കര അതിൻ്റെ ഫീലിംഗ് നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ പോകുന്ന തിയേറ്റർ 100% അത് അറിയിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് പോയിരുന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള തിയേറ്റർ നിങ്ങൾ സെലക്ട് ചെയ്ത് വേണം പോകാനായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തിയേറ്ററിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നല്ല അനുഭവമായിരിക്കും. അതുപോലെ തിയേറ്ററിനകത്ത് നല്ല ഇടിപ്പുണ്ടായിരുന്നു. നല്ല ഈ ഹൊറർ സീൻസുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഞെട്ടി എണ്ണീക്കത്തില്ലേ, അതുപോലെയൊക്കെ ഉള്ള ഒരു സീൻസുകളൊക്കെ തരാൻ സാധിച്ചു. അത് സൗണ്ടാണ്, ഡോൾബി സൗണ്ടാണ്. സോ ആ സൗണ്ട് നല്ല രീതിയിൽ നല്ല എഫക്റ്റിൽ ചെവിക്കകത്ത് നല്ല രീതിയിൽ കയറുന്നുണ്ടായിരുന്നു. OTT-യിലൊന്നും കാണാനുള്ള മുതലല്ല ഇത് തിയേറ്ററിൽ അനുഭവിക്കാനുള്ള മുതലാണ്. കാരണം അജാതി മേക്കിംഗ് ആണ്. പിന്നെ സിനിമയുടെ ടോട്ടൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ഒക്കെ പറയുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, തിരക്കഥയ്ക്ക് വലിയ പ്രാധാന്യം പടത്തിലില്ല. നേരത്തെ പടത്തിനകത്ത് അത്യാവശ്യം ഒരു കഥയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു സാമാന്യ രീതിയിലുള്ള ഒരു കഥയാണ്. പക്ഷെ അത് എനിക്ക് ആ കഥ വലിയ രീതിയിൽ എഫക്റ്റ് ആയിട്ടില്ല. സോ ഒരു സാധാരണ രീതിയിലുള്ള പടമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ എന്നാലും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള വയലൻസിന് ഒരു പഞ്ചമില്ല. കാരണം കൊലപാതകം എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന ടൈപ്പിലുള്ള കൊലപാതക രീതികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇവർ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈവിൽ ഡെഡ് ബേണിനെ കുറിച്ച്. ഒരു സാധാരണ പടമാണ്. അതുപോലെ തന്നെ വയലൻസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യുക. ഇതൊരു സാധാരണ ഫാമിലി പടമായിട്ട് പോയി കാണരുത്. കാരണം പടം തുടങ്ങി കുറച്ചങ്ങോട്ട് ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ തോറും പരിപാടി അങ്ങോട്ട് ആരംഭിക്കും. പിന്നീട് മൊത്തവും വയലൻസ് ആണ്, അടി ഇടി വെട്ടും കുത്തും ഒക്കെയാണ്. സോ എന്തായാലും വയലൻസും അതുപോലെ ഇത്തരത്തിലുള്ള ഹൊറർ ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചുമ്മാ കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. സോ